പ്രിയപ്പെട്ടവരെ, മലന്നമ്പ്യാര സ്വന്തം പാളയത്തിൽ പോയി അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കുന്ന ഒരു കിടിലം വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോകരുത്. ബേസിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു യുവ പ്രതിഭയാണ് ഈ സെപ്റ്റി ടാങ്കിൽ കയറിയിട്ട് അതങ്ങോട്ട് ചവിട്ടി പൊളിച്ചങ്ങ് തൂരക്കളഞ്ഞത്. കാരണം ഇവരെന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് എടുത്തിടും, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവന്റെയൊക്കെ വായിൽ നിന്ന് വരുന്നത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം സംഖ്യയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ കേരളത്തിൽ. കാരണം വായിൽ നിന്ന് വരുന്നത് മൊത്തം വിഡ്ഢിത്തരവും പൊട്ടത്തരവും വിവരക്കേടുകളൊക്കെ തന്നെ ആയിരിക്കും. ഇവനൊക്കെ ഈ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കയറി സെപ്റ്റി ടാങ്കിന്റെ മുകളിൽ ഇരിക്കുന്നത് ഈ ഒരു ചാനൽ കേരളത്തിന്റെ ശാപമാണ്. കാരണം പച്ച വർഗീയത പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ചാനൽ. ഇപ്പോൾ ഒരു 4-5 ചലം കീടാണുക്കൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ അടുപ്പുകൂടി ചർച്ച നടത്തുന്നുണ്ട്. അതിനകത്ത് പച്ച വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട നിയുക്ത CM ആയിട്ടുള്ള നമ്മുടെ VD സതീശൻ അവറുകളോട് റിക്വസ്റ്റ് ആണ്, ഇതുപോലെ പച്ച വർഗീയത പറയുന്ന ഈ വൃത്തികെട്ട ചെറ്റകളെയൊക്കെ അടച്ചങ്ങ് പൂട്ടേണ്ട ഒരു സമയത്തേക്കാണ് നമ്മൾ പൊക്കോണ്ടി. കാരണം നമ്മുടെ നാടിനെ നശിപ്പിക്കാനും നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയാണ് ഇവന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ BJPയുടെ പല MP-മാരും MLA-മാരും മന്ത്രിമാരും അവരുടെ നിയമസഭയ്ക്കുള്ളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അത് ഇത്രയും ക്യാമറ സംവിധാനങ്ങളുള്ള ഒരു ഭരണകേന്ദ്രത്തിൽ ഒരു BJPയുടെ MLA എന്തോ സാധനം മറ്റേ ചുണ്ടിൻ്റെ അടി തിരികെ കയറ്റുന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. പിന്നെ ഇവര് നാഴികയ്ക്ക് 40 വട്ടം ഇവിടെ വന്നിട്ട് മറ്റേ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് അലറുമല്ലോ. കായിക താരങ്ങളെ അപമാനിക്കുകയും വളരെ മോശമായി പറഞ്ഞതും ആരായിരുന്നു? കായിക മന്ത്രിയായിട്ടുള്ളൊരു പക്കാ ക്രിമിനൽ ആയിരുന്നു അല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് എന്താ അറിയാം? ഒരുത്തൻ ഈ നിയമസഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റേ പ്രോൺ വീഡിയോസ് കാണുന്ന ഒരു വിഷ്വൽ ഇപ്പൊ പുറത്താക്കിയിട്ടുണ്ട്. ആ ഒരു വിഷ്വലിനെ കുറിച്ചിട്ട് ഈ മലന്നമ്പ്യാരോട് ചോദിക്കുമ്പോൾ അവൻ കൊടുക്കുന്ന മറുപടി ഒന്ന് കേൾക്കണം. എന്തായാലും ചെക്കനുണ്ടല്ലോ തീപ്പൊരിയാണ് കേട്ടോ, പൊളിച്ചിട്ടുണ്ട്, വിട്ടുകൊടുക്കാനും തയ്യാറായിട്ടില്ല. മലൻ TVക്കകത്ത് കയറി അടിച്ച് നിരത്തി തൂഫാനാക്കിയിട്ടുണ്ട്. നമുക്ക് ആ മാസ് വീഡിയോ ഒന്ന് കാണാം. നമ്പ്യാർ പറഞ്ഞു പൈസ ഇറക്കിയത് ഞാനാണ്, ഈ വിജയത്തിന്റെ ഉത്തരവാദി ഞാനാണ് എന്നൊക്കെ കെ.സി. വേണുഗോപാൽ എവിടെയെങ്കിലും പറഞ്ഞോ? പൈസ ഇറക്കിയത് ഞാനാണ്, അത് ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. രാഹുലിന്റെ ഉറ്റ സുഹൃത്താണെന്ന് അനിൽ നമ്പ്യാർ. അതെ, രാഹുലിന്റെ രാഹുൽ ഗാന്ധി ഉറ്റ സുഹൃത്ത് തന്നെയാണ് കെ.സി. വേണുഗോപാൽ. കെ.സിയെ ശക്തമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ്. സമ്മർദ്ദം ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. അല്ല, അനിൽ നമ്പ്യാർ ചെയ്യുന്നത് വളരെ മോശമാണ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഏതെങ്കിലും ഒരു MLA ആരെങ്കിലും ഒരാൾ പറഞ്ഞോ സമ്മർദ്ദം ചെലുത്തി ചെയ്യിപ്പിച്ചതാണെന്ന്? ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? വെറുതെ നിങ്ങൾ എന്താ വിചാരിച്ചത്? കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി പറഞ്ഞു തീർക്കട്ടെ അനിൽ നമ്പ്യാർ. ലെറ്റ് മീ കൺക്ലൂഡ്. അനിൽ നമ്പ്യാർ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. മറ്റുള്ള 3 പ്രതിനിധി പറഞ്ഞപ്പോഴും അനിൽ നമ്പ്യാർ ഒരു അക്ഷരം മിണ്ടാതിരുന്നില്ലേ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ അനിൽ നമ്പ്യാർ. ഇറ്റ്സ് മൈ ടേൺ. കേസ് ഞാൻ പറഞ്ഞില്ല, കേരള വിദ്യാർത്ഥി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, മന്ത്രിയായി ഇന്ന് AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി നിൽക്കുക. ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് കേരളത്തിൽ നിങ്ങളെല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ ഇത്ര MLA-മാർ സപ്പോർട്ട്. അദ്ദേഹം എന്നും യൂത്ത് കോൺഗ്രസിനും KSUവിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒക്കെ ഞങ്ങളുടെയൊക്കെ അഹങ്കാരവും ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് ഒരാൾ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പിന്നെ ഒരു കാര്യം ഞാനൊന്ന് പറയാം, രാഹുലിന്റെ പലതും KCയുടെ കയ്യിലുണ്ട്. നിങ്ങൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റാ, ശരിയല്ലേ? രാഹുലിന്റെ പലതും KCയുടെ കയ്യിലുണ്ടെന്ന് സ്റ്റേറ്റ്മെന്റ് രാഹുലിന്റെ പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി ആ രീതിയിൽ എനിക്ക് മറുപടി തരാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും അല്ലല്ല രഹസ്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഒരു രഹസ്യം ഞാനൊന്ന് കാണിക്കാം. നിങ്ങളുടെ ഈ പറഞ്ഞല്ലോ വലിയ കാര്യമായിട്ട് കൃത്യമായിട്ട് കാര്യം പറഞ്ഞാലും BJP MLA ത്രിപുര അസംബ്ലിയിൽ ഇരുന്നുകൊണ്ട് പോൺ വീഡിയോ കാണുന്ന ഒരു രഹസ്യമുണ്ട്. ത്രിപുര അസംബ്ലിയിൽ ഇരുന്നുകൊണ്ട് ജനം TV ആണല്ലോ, നിങ്ങൾ ഷൂട്ട് നിങ്ങൾക്ക് എന്തായാലും കാണല്ലോ. ത്രിപുര അസംബ്ലിയിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ MLA അസംബ്ലിക്കകത്തിരുന്ന് പോൺ വീഡിയോ കാണുന്ന ഒരു വിഷ്വലുണ്ട്. ഇതുപോലത്തെ പല രഹസ്യങ്ങളും കേരളത്തിലെ പൊതുവിലുള്ള അരിയാഹാരം കഴിക്കുന്ന ജനത കണ്ടുകൊണ്ടിരിക്കുക അനിൽ നമ്പ്യാർ. അപ്പൊ അതുകൊണ്ട് അനിൽ നമ്പ്യാരുടെ അങ്ങനത്തെ ഓളിയമ്പൊന്നും വേണ്ട. CBI രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് KC വേണുഗോപാൽ. അനിൽ നമ്പ്യാർ, ഞാൻ താങ്കൾക്ക് വേണമെങ്കിൽ എന്റെ കയ്യിലുണ്ട്. CBIക്ക് കൊടുത്ത പേര് പറയരുത്. CBIക്ക് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. ഇപ്പോഴും പെൻഡിംഗ് ആണ്. നിങ്ങൾ ഈ പോണിന്റെ കാര്യമല്ലേ പറയുന്നത്? ഇവിടെ ബലാത്സംഗ കേസ് റേപ്പ് ചെയ്തു പറയുന്നത്. ലിറ്ററലി എന്നാണ് പറഞ്ഞത്. എവിടെ വെച്ചാ റേപ്പ് ചെയ്തത്? കേരളത്തിൽ അന്ന് മന്ത്രിയായിരുന്ന ഒരാളുടെ KCയുടെ വിശ്വസനായിട്ടുള്ള ഒരാളുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് റേപ്പ് ചെയ്തു. ആ കേസ് എഴുതി തള്ളിയിട്ടില്ല. ആവർത്തിച്ച് പറയുന്നു
അനിൽ നമ്പ്യാർ, താങ്കളുടെ ജോലി എന്തെന്നറിയോ? താങ്കളുടെ ജോലി ഈ ഡിസ്കഷനെ കോർഡിനേറ്റ് ചെയ്യുക. ഈ ഡിസ്കഷനിൽ ആളുകളുടെ അവർക്കുള്ള വ്യൂ പോയിന്റ്സിനെ എടുത്ത് അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞത് ത്രിപുര അസംബ്ലിയിലെ BJP-യുടെ MLA ഇരുന്ന ഞാൻ പറഞ്ഞില്ലേ ഇതിന് മേലൊരു ചെക്ക് വെക്കണോ? എന്നെ ലിറ്ററലി ബലാത്സംഗം ചെയ്ത ആളാണ് KC വേണുഗോപാൽ എന്ന് ഒരു കൃത്യമായ കേസ് ഇന്ന് കേരളത്തിലുണ്ട്. ഇന്ന് CBIയുടെ കയ്യിലുണ്ട്. എന്താ പറയാനുണ്ടോ? സോളാർ കേസിനെ കുറിച്ച് I was crying due to pain. He held me and pushed me to the bed in that room. He raped me brutally. അങ്ങനെ ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവേണ്ടത്. കാസർഗോഡ് MP കൂടുതലൊന്നും പോണ്ടത്. കാസർഗോഡ് പരാതിയിൽ കൈകാര്യം ചെയ്ത് എന്തിനാ പെൻഡിങ്? നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ മൈക്ക് കെട്ടിയത് ഫാക്ട് വെച്ച് സംസാരിക്കുന്നേ. സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആവാൻ വേണ്ടിട്ട് ആളെ വെച്ച് കട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് വെറുതെ കിടന്ന് കുട്ടികളുടെ SSLC+2 പരീക്ഷാ റിസൾട്ട് എന്ന് പ്രഖ്യാപിക്കും, മറുപടിയില്ല. ഈ പറയുന്ന നാട്ടിലെ പാഠപുസ്തകം അച്ചടിച്ചു കൊടുക്കോ എന്ന് കൊടുക്കും, മറുപടിയില്ല. ഇതിന് മറുപടിയില്ലാത്ത കിടന്ന് ബഹളം വെക്കാതെ ബേസിലെ മറുപടി പറ, മറുപടി പറ. അതാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ഉദ്ദേശം ബഹളം വയ്ക്കുക. ചേട്ടാ വേറെ ആരെങ്കിലും ചോദിച്ചോ മറുപടി കിട്ടുമോ? എന്തിനാ ഇത്ര അസഹിഷ്ണുത? അസഹിഷ്ണുതയില്ല. ബേസിലിനോട് ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചത്. ബേസിൽ ഞാൻ ആവർത്തിക്കുന്നു, സത്യത്തിൽ ഈ മലവാണത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിന്റെ കീഴിലുള്ള മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ, അതുപോലെ തന്നെ MLA-മാർ, അങ്ങനെ പല സംസ്ഥാനങ്ങളിലുള്ള MLA-മാരുടെ ഒരു ലിസ്റ്റ് എടുത്ത് അങ്ങോട്ട് പരിശോധിച്ചാണല്ലോ എല്ലാം പക്ക ക്രിമിനൽസും അകത്ത് വന്നിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇവന്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകമാണെന്നുള്ള വീണ്ടും വീണ്ടും തെളിയിക്കുക. ഈ മലൻ TV നമ്പ്യാരോട് സത്യം പറയാനുള്ളത്, ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണല്ലേ. BJP-യുടെ പല സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാര് MLA-മാരടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കുറ്റകൃത്യങ്ങളിലും കേസുകൾ പ്രതിയാണ്, ഗുണ്ടകളാണ് ഇതിനകത്തുള്ളത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച് അകത്ത് പോയ നാറികൾ തിരിച്ചു വന്നപ്പോൾ പൂമാലയിട്ട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവനെയൊക്കെ പിടിച്ചിട്ട് MLA ആക്കി പിന്നെ മന്ത്രിയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതല്ലേ. കാലിൽ നിന്നും വിജയിച്ചു പോയിട്ടുള്ള ഒരുപാട് MP-മാരുണ്ടല്ലോ, ഇവരെല്ലാം പക്ക ക്രിമിനൽ കേസിൽ പ്രതികളാ. ഒന്നും ഇവരൊന്നും ചർച്ച ചെയ്തില്ല. KC വേണുഗോപാൽ എന്തോ കേസിൽ പ്രതിയാണെന്നാ. നിങ്ങളല്ലേ രാജ്യം ഭരിക്കുന്നത്? നിങ്ങളുടെ കയ്യിലല്ലേ CBI-യും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും? എന്തേ നിങ്ങൾ ഇതുവരെ ഒരു നടപടി എടുക്കാഞ്ഞത്? നിങ്ങൾ നടപടി എടുക്കണമെന്നേ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടോട്ടെ. അത് നിങ്ങൾ തെളിയിക്ക്. ഇതിനകത്ത് വന്നിരുന്നുണ്ട് ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് നിന്നും വ്യതിചലിച്ച് മറ്റൊരു കാര്യത്തിലേക്ക് പോകാനും നിങ്ങളെ കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ ഒരു 4-5 മാസത്തിന് മുമ്പല്ലേ ഒരു 24 വയസ്സുള്ള ഒരു RSS-കാരൻ ശാഖയിലിട്ട് ചില കുണ്ടൻ ചെറ്റകൾ പീഡിപ്പിച്ചു. നിന്റെ ഈ മലൻ TVക്കകത്ത് ഒരു വാർത്ത നീ കൊടുത്തോ? എടാ, നിന്റെ സ്വന്തം പാർട്ടിയിലുള്ള തിരുവനന്തപുരത്തുള്ള ഒരു പാവം പിടിച്ച മനുഷ്യൻ ജീവനൊടുക്കി. അതായത് ഈ RSS-കാരെല്ലാം കൂടെ ആ ബാങ്കിൽ നിന്നും പണം എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നു. പാർട്ടിയുടെ നേതൃത്വത്തെ അറിയിച്ചിട്ട് പോലും അവരൊരു നടപടി പോലും എടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ അല്ല ഒരു വാർത്ത നിന്റെ ഈ മലൻ TVക്കകത്ത് നീ ചെയ്തോ? നീ ചെയ്യത്തില്ല. നീ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഈ ചെകുത്താന്റെ പണിയെടുത്ത ചെന്നായിയുടെ സ്വഭാവം കാണിക്കുന്നത്. കാരണം ഇടയിൽ നിന്നും ചോര കുടിക്കുന്ന ഒരു ജീവിയായിട്ടാണ് നീ ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചില കീടാണുക്കൾ വന്നിരുന്നുണ്ട്. അടുപ്പ് കൂട്ടി ചർച്ചയിൽ വന്ന് പച്ച വർഗീയത പറയുന്ന ഈ മലൻ TV ഇത് ഇവിടുന്ന് അടിച്ചു പൊളിച്ച് കേരളത്തിൽ നിന്ന് കളയുകയാണെന്നുണ്ടെങ്കിൽ
കുറേയെങ്കിലുമൊക്കെ സമാധാനം കിട്ടും കേട്ടോ. പക്ഷെ ഇവൻ്റെയൊക്കെ ഈ വാർത്ത ഉണ്ടല്ലോ, നിങ്ങൾ ആരും ഈ മലൻ ടിവിക്ക് അതൊന്നും പോയി കാണരുത്, കാരണം അതിനൊന്ന് റീച്ച് കൊടുക്കരുത്. പിന്നെ ഇവനൊക്കെ അവൻ്റെ മാളത്തിൽ പോട്ടാണ് അടിച്ച് അവൻ്റെ അണ്ണാക്കി കൊടുത്തത്. മാസ് മറുപടി അല്ലായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും